ൊക്കെ അതിലിട്ട് വെച്ചിരിക്കുന്നത് ധനപരമായി വരുമാനം വരുവാൻ ഒരുപാട് നന്മ ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് നിങ്ങൾ യന്ത്രങ്ങൾ ഈ വിളക്ക് വയ്ക്കുന്നിടത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ വരുമാനം വളരെ കുറവാണ്, ബിസിനസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുബേര യന്ത്രം ചെയ്തു വയ്ക്കാം, ലക്ഷ്മി ദേവിയുടെ യന്ത്രം ചെയ്തു വയ്ക്കാം, അല്ലെങ്കിൽ സുദർശന യന്ത്രം ചെയ്തു വയ്ക്കാം. അതുപോലെ ഒട്ടും തന്നെ വരുമാനം വരുന്നില്ല, നമുക്കൊരു നേട്ടവും ഉണ്ടാകുന്നില്ല, നഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ സർവ്വവശ്യ യന്ത്രമൊക്കെ ചെയ്തു വയ്ക്കാം. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വളരെ നല്ലത് തന്നെയായിരിക്കും. അതായത് നമ്മളുടെ ഒരു ജംഗ്ഷനിൽ നമ്മളിരിക്കുന്ന സ്ഥാപനം അതുപോലത്തെ ഒരു 5 സ്ഥാപനം അതിന് ചുറ്റും തന്നെ കാണും. അപ്പോൾ ഒരു കസ്റ്റമർ അവിടെ കൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കടയിലേക്ക് അവർക്ക് ആകർഷണം തോന്നുക, നമ്മൾ ഈ കടയിൽ കയറാം, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം, അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് അവരുടെ മനസ്സിൽ തോന്നുവാൻ വേണ്ടി സർവ്വവശ്യ യന്ത്രമൊക്കെ നമ്മുടെ കടയിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അത് വെച്ച് വിളക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും നാമമൊക്കെ ഇങ്ങനെ ജപിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് അനുഗ്രഹമുണ്ടാകും, വരുമാനം വർദ്ധിക്കും, നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ലാഭം ഇപ്പോൾ കിട്ടുന്നതിൽ നിന്നും ഇരട്ടിയായി വർദ്ധിക്കുന്നതിന് ഇത് വളരെ നല്ലതായിരിക്കും. കൂടാതെ കടയിൽ ഈ പൂജകളൊക്കെ ചെയ്യുന്നത്, അതായത് ഒട്ടും തന്നെ വരുമാനം വരുന്നില്ല, നഷ്ടത്തിലോട്ടാണെന്നുണ്ടെങ്കിൽ കടയിൽ പൂജകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും കടകൾ പൂജ ചെയ്യുക. നമ്മുടെ ഈ കേരളത്തിലൊക്കെയാണ് വളരെ കുറച്ചിനെ കാണുന്നത്. നമുക്ക് തമിഴ്നാട്, ആന്ധ്ര, കർണാടക അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മാസത്തിലും വർഷത്തിലും എല്ലാം വലിയ വലിയ കടകളിലും ഫാക്ടറികളിലും എല്ലാം പൂജകൾ നടത്താറുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ചെറിയ കടകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഹോമമൊന്നും നടത്താൻ സാധിക്കില്ല. അപ്പോൾ അവിടെ ലക്ഷ്മി പൂജ നടത്തുകയും ദേവി പൂജ നടത്തുകയും അല്ലെങ്കിൽ വിഷ്ണു പൂജ നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ശത്രുദോഷം വിളിദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. നമുക്ക് പോസിറ്റീവായിട്ടൊരു എനർജി കടയ്ക്കകത്തുണ്ടാകും. കാരണം പലരും വന്നു പോകുന്ന സ്ഥാപനമായിരിക്കും. അപ്പോൾ അവിടെ ഒരു ബിസിനസ് വർദ്ധിക്കുവാൻ വേണ്ടി വർഷത്തിലൊരു ദിവസം കടയിൽ ഒരു വാർഷികമൊക്കെ വരുന്ന ഒരു സമയമാകുമ്പോൾ നമ്മൾ അവിടെ ഒരു ലക്ഷ്മി പൂജ നടത്തുക, അല്ലെങ്കിൽ വിഷ്ണു പൂജ നടത്തുക, അല്ലെങ്കിൽ അത് നടത്താൻ സൗകര്യം ഇപ്പോൾ വലിയൊരു ഹോട്ടൽ പോലുള്ള ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ വലിയൊരു ഫാക്ടറിയോ അല്ലെങ്കിൽ വലിയൊരു ഓഫീസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗണപതി ഹോമമോ അല്ലെങ്കിൽ സുദർശന ഹോമമോ ഒക്കെ നടത്താം. അപ്പോൾ ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് ശത്രുദോഷം മാറുന്നു, വിളിദോഷം മാറുന്നു, കമ്പേറദോഷം മാറുന്നു, പ്രാക്കുദോഷം മാറുന്നു, ദൃഷ്ടിദോഷം മാറുന്നു. ഇനി ആരെങ്കിലും ആഭിചാരപരമായി നമ്മുടെ ബിസിനസ് നശിക്കുവാൻ വേണ്ടി, നമ്മൾ നഷ്ടത്തിലാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ഒരു ഈശ്വര അനുഗ്രഹം അവിടെ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ യന്ത്രം വെച്ച് വിളക്കൊക്കെ വെച്ച് നാമമൊക്കെ ജപിച്ച് കട എന്നും ശുദ്ധമാക്കി നല്ല രീതിയിൽ വാസ്തു സംബന്ധമായ കാര്യങ്ങളെല്ലാം നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റേതായ ലാഭമുണ്ടാകും, നേട്ടമുണ്ടാകും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് പുരോഗതിയിലേക്ക് കൊണ്ടുവരികയും നേട്ടങ്ങളുണ്ടാകുകയും ചെയ്യും. ഈ സ്ഥാപനം നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മളവിടുത്തെ മാനേജറായിരിക്കും, അല്ലെങ്കിൽ നമ്മളായിരിക്കും അവിടെ നോക്കി നടത്തുന്നത്. നമുക്ക് നഷ്ടങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്.